സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി തുടരുന്നു. ക്ലോക്കിൽ സമയം 2 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. 10 മണിയായപ്പോൾ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് ആന്റണി വിളിച്ചു പറഞ്ഞത്. അത് വെച്ച് നോക്കിയാൽ 1 മണിക്ക് മുമ്പ് ഇവിടെ എത്തേണ്ടതാണ്. ഇപ്പോൾ മണി 2 കഴിഞ്ഞു. പലതവണ വിളിച്ചു നോക്കിയെങ്കിലും പരിധിക്ക് പുറത്ത് എന്ന അറിയിപ്പാണ് കിട്ടിയത്. മൂന്നാർ വിട്ടുകഴിഞ്ഞാൽ വട്ടവടയിൽ എത്തുന്നത് വരെ പല സ്ഥലത്തും മൊബൈലിന് റേഞ്ചില്ല. സാധാരണഗതിയിൽ സലോമി പരിഭ്രമിക്കുകയില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. 4 ലക്ഷം രൂപയും കൊണ്ട് ഒറ്റയ്ക്കാണ് ആന്റണി വരുന്നത്. കൂട്ടിനാരുമില്ല. കുറേ യാത്ര വിജനമായ വനപ്രദേശത്തു കൂടിയാണ്. നേരത്തെ വിവരമറിഞ്ഞ ആരെങ്കിലും ആൾപ്പെരുമാറ്റമില്ലാത്ത എവിടെയെങ്കിലും പതിയിരുന്ന് ആ ഓർമ്മയിൽ സലോമി ഒന്ന് ഞെട്ടി. അടിമാലിയിലെ ക്ലീറ്റസ് ഉപ്പാപ്പൻ വഴിയാണ് ആന്റണിയുടെ സ്കോർപിയോ വണ്ടി വിറ്റത്. അതിൻ്റെ പണം വാങ്ങാൻ രാവിലെ പുറപ്പെട്ടതാണ് ആന്റണി. ആ 4 ലക്ഷം വട്ടവട സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപത്തിന് ഇടാനായിരുന്നു ഉദ്ദേശം. ആന്റണിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് അവൾക്ക് പേടി. ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. പോയാൽ പോയ വഴി, വന്നാൽ വന്ന വഴി. അവൾ ഫോണിൻ്റെ റിസീവർ എടുത്ത് ഒരിക്കൽ കൂടി ആന്റണിയെ വിളിച്ചു. ഭാഗ്യം, ഇത്തവണ ബെല്ല് കേട്ടു. ഹലോ. ആന്റണി കോൾ എടുത്തു. എവിടെ ആന്റണി ഇത്? ഞാൻ വന്നുകൊണ്ടിരിക്കുക. അയാളുടെ സ്വരത്തിൽ ഒരു പതർച്ചയുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇവിടെ എത്തേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞല്ലോ. ഇടയ്ക്ക് എവിടെയെങ്കിലും കയറിയോ? ഇല്ല. പിന്നെന്താ വൈകുന്നേ? ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. നീ വെച്ചു. ആന്റണിയുടെ സംസാരത്തിൽ എന്തോ ഒരു ഒഴിഞ്ഞുമാറൽ പോലെ. സലോമിക്കൊരു അപകടം മണത്തു. എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചു കാണും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുമായി കൂട്ടിയിടിച്ചു കാണും. പക്ഷേ അതിലൊന്നും കുലുങ്ങുന്നവനല്ല ആന്റണി. ആശങ്ക നിറഞ്ഞ മനസ്സോടെ അവൾ കാത്തിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജീപ്പിൽ ആന്റണി എത്തി. സീറ്റിൽ വെച്ചിരുന്ന എയർ ബാഗുമായിട്ടാണ് അയാൾ വണ്ടിയിൽ നിന്നിറങ്ങിയത്. മുഖം മ്ലാനമായിരുന്നു. എന്തു പറ്റി ആന്റണി? ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു. ഒരബദ്ധം പറ്റിയടി. അയാൾ തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. എന്തബദ്ധം? ബാഗിൽ വെച്ചിരുന്ന കാശ് കാണാനില്ല. അവൾ ഒന്ന് ഞെട്ടി. വണ്ടി വിറ്റ് കിട്ടിയ 4 ലക്ഷമോ? അയാൾ തലകുലുക്കി. ആന്റണി എന്താ വൈ പറയുന്നേ? ബാഗിൽ വെച്ചിരുന്ന രൂപ എങ്ങനെയാ കാണാതെ പോകുന്നേ? നോട്ടുകൾക്ക് എന്താ ചിറകുണ്ടോ പറന്നു പോകാൻ? അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. മൂന്നാറിൽ വെച്ച് ഞാനും ഉപ്പാപ്പനും വേറൊരു ഫ്രണ്ടും കൂടെ ഒന്ന് കൂടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറപ്പെട്ടെ. ബാഗ് സീറ്റിൽ വെച്ചേക്കുമായിരുന്നു. മാട്ടുപ്പെട്ടി വരെ ബാഗിൽ കാശുണ്ടായിരുന്നു. അവിടുന്ന് വല്ലവരും കയറിയോ വണ്ടിയിൽ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. അയാൾ പറഞ്ഞതൊന്നും സലോമിക്ക് വിശ്വാസമായില്ല. ആന്റണി എന്തോ ഒളിക്കുന്നുണ്ട്. സത്യം പറ, ആർക്കാ ആ കാശ് കൊടുത്തത്? ഞാൻ ആർക്കും കൊടുത്തില്ല. ആർക്കെങ്കിലും കടം കൊടുത്തതാണെങ്കിൽ അക്കാര്യം തുറന്നു പറ. ഞാൻ ദേഷ്യപ്പെടത്തില്ല. അല്ല സലോമി, എനിക്കൊരബദ്ധം പറ്റിയതാ. അയാൾ തലകുനിച്ചിരുന്നു. പറ, എന്തബദ്ധമാ? അയാളുടെ ഇരു ചുമലിലും പിടിച്ച് അവൾ ശക്തിയായി കുലുക്കി. മൂന്നാറിൽ വെച്ച് ഞങ്ങൾ വോഡ്കയാ കുടിച്ചത്. കുറച്ചധികം വന്നായിരുന്നു. അത് ഞാൻ സ്പ്രൈറ്റിൻ്റെ കുപ്പിയിലൊഴിച്ച് മിക്സ് ചെയ്തെടുത്തായിരുന്നു. പിന്നെ കുറച്ച് ചിപ്സും ബീഫ് ഫ്രൈയും വേറെ ഏതാണ്ടൊക്കെയോ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ബാഗിൽ വെച്ചാൽ ഞാൻ പോന്നേ. അയാളുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ എടുക്കാതെ സലോമി നിന്നു. മാട്ടുപെട്ടിയിൽ വന്നപ്പോൾ ഞാൻ കുപ്പിയെടുത്ത് കുടിച്ചു. അന്നേരം നോട്ട് കെട്ടിൻ്റെ പൊതി ബാഗിലുണ്ടായിരുന്നു. വരുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്തു. എല്ലാം തീർന്നപ്പോൾ നോട്ട് കെട്ടും എടുത്ത് തിന്നോ? പരിഹാസത്തോടെ അവൾ ചോദിച്ചു. ദയനീയ ഭാവത്തിൽ ആന്റണി അവളെ ഒന്ന് നോക്കി. ഒക്കെ എൻ്റെ തെറ്റാടി. ബാക്കിയും കൂടെ പറ, കഥ കേൾക്കട്ടെ. സലോമിക്ക് വിശ്വാസം വന്നില്ല. വട്ടവടയിലെത്തിയപ്പോൾ കുപ്പി കാലിയായി. അതും ബാക്കി വന്ന വേസ്റ്റും എല്ലാം എടുത്ത് റോഡ് സൈഡിലേക്ക് ഞാൻ എറിഞ്ഞു കളഞ്ഞു. അതിൻ്റെ കൂടെ നോട്ട് കെട്ടും പോയി കാണും. സലോമി സ്തബ്ധയായി നിന്നു. സഹകരണ ബാങ്കിൽ ചെന്ന് അക്കൗണ്ടിലിടാൻ സ്ലിപ്പ് എഴുതിയിട്ട് നോക്കുമ്പോഴാ ബാഗിൽ പൈസയില്ലെന്ന് മനസ്സിലായി. ഞാൻ തിരിച്ചുപോയി. 4-5 കിലോമീറ്റർ നീളത്തിൽ റോഡ് വക്കിലൊക്കെ പോയി നോക്കി. പക്ഷെ കിട്ടിയില്ല. എൻ്റെ മാതാവേ, എനിക്ക് ഇങ്ങനെയൊരുത്തനെയാണല്ലോ കിട്ടിയത്. ഈ കുടിയനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞല്ലോ. ബെഡ്റൂമിൽ ചെന്ന് കിടന്ന് സലോമി പൊട്ടിക്കരഞ്ഞു. 2 അടിക്കാതെ ആശ്വാസം കിട്ടത്തില്ലെന്ന് ആന്റണിക്ക് തോന്നി. ബെഡ്റൂമിലെ കബോർഡിലാണ് കുപ്പി വെച്ചിരിക്കുന്നത്. അതെടുക്കാൻ ചെന്നാൽ അവൾ കൊല്ലും. വിഷണനായി ആന്റണി കസേരയിൽ കൂനിക്കൂടിയിരുന്നു. ജെനിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു മനസ്സമാധാനവുമില്ല.
എൽദോസിന്റെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിക്കൊടുക്കുമ്പോൾ മാർഗരറ്റ് പറഞ്ഞു, ഞാനും അതേക്കുറിച്ച് ഓർക്കാറുണ്ട് മാഗി. എന്തിനാ അവനെ അവർ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? വന്ന അന്ന് തന്നെ തല്ലിയിറക്കി വിടണ്ടായിരുന്നോ? ആ ബോബിയെങ്കിലും ഇത്തിരി വകതിരിവ് കാണിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ. ചോറിലേക്ക് അയാൾ മീൻ ചാറ് ഒഴിച്ചു. നമുക്ക് അങ്ങോട്ട് പോയാലോ? മാർഗരറ്റ് ചോദിച്ചു. അയാൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. അത് നേരാ. ഇവിടെ ഇപ്പോൾ ഒരാഴ്ച നമ്മളില്ലേലും കുഴപ്പമൊന്നും വരത്തില്ല. നമുക്ക് വട്ടവടയിൽ പോയി കുറച്ച് ദിവസം നിൽക്കാം. അവൻ താനേ പൊക്കോളും. പോയില്ലെങ്കിൽ ഓടിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആത്മവിശ്വാസമുണ്ടായിരുന്നു മാർഗരറ്റിൻ്റെ വാക്കുകളിൽ. എന്നാൽ നാളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഒട്ടും വൈകിക്കണ്ട എന്നായിരുന്നു എൽദോസിൻ്റെ വിചാരം. അതിനെന്താ, പോകാം. ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ബാഗിലേക്ക് എടുത്തു വയ്ക്കുന്ന താമസമേ ഉള്ളൂ. ഊണ് കഴിഞ്ഞ് എൽദോസ് മുൻവശത്തെ വരാന്തയിൽ ചെന്ന് ഇരുന്നു. ഉപ്പുരസമുള്ള കാറ്റ് കടലിൽ നിന്ന് ചീറി അടിക്കുന്നുണ്ടായിരുന്നു. ഉച്ചവേലിൻ്റെ ചൂടിലും കാറ്റിൽ കടലിൻ്റെ നനവ്. പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് മാർഗരറ്റ് അടുത്ത് വന്നിരുന്നു. നമ്മൾ ചെല്ലുന്ന കാര്യം അവളെ വിളിച്ചൊന്ന് പറയണ്ടായോ? അവർ ചോദിച്ചു. പറയണം. മുന്നറിയിപ്പില്ലാതെ മക്കളുടെ വീട്ടിലാണേലും ഓടിച്ചെല്ലുന്നത് മര്യാദകേടാ. ഇപ്പം തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്ക്. ബോബിക്ക് ഒരു നേരത്തും വീട്ടിലിരിക്കാൻ നേരെയില്ലല്ലോ. അവൾ തനിച്ച് ആ വീട്ടിൽ, അതും ആ ചെറുക്കനുള്ളപ്പോൾ. പേടിച്ച് വിറച്ചായിരിക്കും അവൾ അവിടെ കഴിയുന്നേ. നമ്മൾ വിഷമിക്കുമെന്ന് വിചാരിച്ച അവൾ ഒന്നും വിളിച്ചു പറയാതെ. മാർഗരറ്റ് ഊഹിച്ചു. നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സമാധാനമാകും. വൈകുന്നേരം മാർക്കറ്റിലൊന്ന് പോണം. നല്ല ഉണക്കമീൻ കിട്ടിയാൽ മേടിച്ചുകൊണ്ട് പോണം. തോട്ടുപുളിയിട്ട് ഉണക്കമീൻ കറി വെച്ചാൽ ബോബിക്കത് വലിയ ഇഷ്ടമാണ്. വെയിലൊന്ന് താഴട്ടെ, ഞാൻ പോകാം. എൽദോസ് ഏറ്റു. മാർഗരറ്റ് ഫോണിനടുത്തേക്ക് ചെന്നിരുന്നു. അവർ റിസീവർ എടുത്ത് വട്ടവടയിലെ നമ്പർ ഡയൽ ചെയ്തു. ജെനിയാണ് കോൾ എടുത്തത്. ഹലോ, ഇത് മമ്മിയ മോളെ. ഊണൊക്കെ കഴിഞ്ഞോ? മാർഗരറ്റ് വിശേഷം ചോദിച്ചു. കഴിഞ്ഞില്ല മമ്മി. ബോബിച്ചായൻ വെളിയിൽ പോയിട്ട് ഇതുവരെ വന്നില്ല. മണി 2 കഴിഞ്ഞല്ലോ മോളെ. അവനിതെവിടെ പോയി കിടക്കുവാ? മാർഗരറ്റിന് അരിശം വന്നു. കൃഷിഭവനിൽ പോയതാ. പുതിയ വിത്തിനങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു. അക്കാര്യം അന്വേഷിക്കാനാ. അവൻ്റെ അനിയൻ അവിടെ ഉണ്ടോ? ക്രിസ്റ്റി മുകളിലത്തെ മുറിയിലുണ്ട്. എന്തായാലും ബോബി നിന്നെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോണത് ഒട്ടും നല്ലതല്ല. മാർഗരറ്റ് അനിഷ്ടം മറച്ചു വെച്ചില്ല. ജെനി അത് കേട്ട് ചിരിച്ചു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല മമ്മി. പപ്പ എന്തിയേ? നാളെ ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ട് വരാനിരിക്കുക. എന്തിനാ ഇപ്പം പെട്ടെന്ന്? ഞങ്ങൾ വന്ന് കുറച്ച് ദിവസം അവിടെ നിൽക്കാം മോളെ. നിനക്കൊരു സഹായമാകുമല്ലോ. അതിനു വേണ്ടി 2 പേരും കൂടി ഇപ്പോഴിങ്ങോട്ട് വരണ്ട മമ്മി. എനിക്കിവിടെ ഒരു പ്രയാസവുമില്ല. പിന്നെ വെറുതെ വരുന്നെങ്കിൽ വന്നിട്ട് പോ. ജെനിയുടെ ആ സ്വരം കേട്ടപ്പോൾ മാർഗരറ്റിൻ്റെ മനസ്സ് മടുത്തുപോയി. അവൾക്ക് വലിയ സന്തോഷമാകുമെന്ന് വിചാരിച്ച് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ഒരു തണുത്ത മട്ട്. എന്നാ ഞങ്ങളിപ്പോൾ വരുന്നില്ല, അരിശമടക്കി അവർ പറഞ്ഞു. ഇത്രയും ദൂരം വണ്ടിയിൽ ഒറ്റയിരിപ്പിരുന്ന് വന്നാൽ മമ്മിക്കും പപ്പയ്ക്കും ശരീരത്തിന് വലിയ ക്ഷീണമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ. ജെനിക്ക് ചെറിയ കുറ്റബോധം തോന്നി. ആ, ചെറുപ്പക്കാർ മാത്രം പോവുകയും കാണുകയും ചെയ്താൽ മതി മോളെ. ശരി, വെച്ചേക്കുക. ഒട്ടും പ്രസന്നമല്ലാത്ത മുഖത്തോടെയാണ് എൽദോസിൻ്റെ അടുത്തേക്ക് മാർഗരറ്റ് തിരിച്ചു ചെന്നത്. എന്താ മാഗി? അയാൾ ചോദിച്ചു. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. എൽദോസിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറഞ്ഞോ ജെനി? പറഞ്ഞു. അയാൾ ഒരു നിമിഷം ചിന്തയിൽ മുഴുകിയിരുന്നു. ഇങ്ങനെയാ ലോകം. കെട്ടിച്ചു വിട്ട് ഒരു കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ മക്കൾക്ക് അപ്പനമ്മമാരെ വേണ്ട, അയാൾ പറഞ്ഞു. അത് കേട്ട് മാർഗരറ്റ് ഒന്ന് നെടുവീർപ്പിട്ടു. അല്ല, അതിപ്പം മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് മാർഗരറ്റിൻ്റെ സ്വന്തം നാട്. എൽദോസ് കെട്ടിക്കൊണ്ടു വന്ന ശേഷം വളരെ അപൂർവമായി മാത്രമേ അവിടെ പോയി താമസിച്ചിട്ടുള്ളൂ. അതും ഒരു ദിവസം, ഏറിയാൽ 2. കൊടുത്തത് തിരിച്ചു കിട്ടുന്നു, അത്രയേ ഉള്ളൂ. അന്ന് രാത്രിയിൽ പോണ്ടിച്ചേരിയിൽ നിന്ന് ജാസ്മിൻ വിളിച്ചു. അവൾ എന്നുമൊന്നും വീട്ടിലേക്ക് വിളിക്കാറില്ല. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2. മാർഗരറ്റാണ് റിസീവർ എടുത്തത്. മമ്മി, ഈ മാസം കൂടിയേ എനിക്കിവിടെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ 2 മാസം ഫീൽഡ് വർക്കാ, അവൾ അറിയിച്ചു. എവിടാ ഫീൽഡ് വർക്ക്? അവർ ചോദിച്ചു. നാട്ടിലാണ്. 2-ാം തീയതിയോ 3-ാം തീയതിയോ ഞാൻ അവിടെ എത്തും. ആലപ്പുഴയിലാണോ? 2 മാസം അവൾ വീട്ടിലുണ്ടാകുമല്ലോ എന്ന സന്തോഷത്തോടെ മാർഗരറ്റ് ചോദിച്ചു.
1 മാസം ആലപ്പുഴയിൽ, 1 മാസം വട്ടവടയിൽ. വട്ടവടയിലോ? അവർക്ക് മനസ്സിലായില്ല. അതേ മമ്മി, ജെനി ചേച്ചിയുടെ വീട്ടിൽ. അവിടെ എന്തിനാ നീ പോയി താമസിക്കുന്നത്? ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് മമ്മി. ആലപ്പുഴയിൽ മാത്രം പോരാ. ഇവിടെ മാത്രം പോരെങ്കിൽ നീ കുറച്ച് ദിവസം തങ്കശ്ശേരിയിൽ പോയി താമസിക്ക്. അവിടെ നിന്റെ റീന ആൻറ്റി ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് ചെല്ല്. ലോറൻസ് അങ്കിൾ ഉണ്ടല്ലോ. മമ്മി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ജാസ്മിന് മനസ്സിലായില്ല. വട്ടവടയിൽ താമസിച്ച എന്താ കുഴപ്പം? അവൾ ചോദിച്ചു. അവിടെ ആ തലതെറിച്ച ചെറുക്കനുണ്ട്, ബോബിയുടെ അനിയൻ. അത് തന്നെ കാരണം. അതുകൊണ്ട് തന്നെയാണ് വട്ടവടയിൽ ചെന്ന് താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മമ്മിയോട് എങ്ങനെ പറയും? പക്ഷേ മമ്മി, നീ വട്ടവടയ്ക്ക് പോകുന്നില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നുകിൽ കൊല്ലം, അല്ലെങ്കിൽ കൊച്ചി. അല്ലെങ്കിൽ ആലപ്പുഴയിൽ തന്നെ നീ മതി നിന്റെ ഫീൽഡ് വർക്ക്. ജാസ്മിൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. രണ്ടിനും അനുസരണയില്ല. രണ്ടിനും ദേഷ്യത്തോടെ മാർഗരറ്റ് പിറുപിറുത്തു. സന്ധ്യയായപ്പോഴേക്ക് ബോബി കുളിച്ച് വേഷം മാറി ക്ലബിലേക്ക് പോകാൻ തയ്യാറായി. സെക്രട്ടറി വന്ന് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. സ്വയം ബോധ്യപ്പെടുത്താനെന്ന മട്ടിൽ അയാൾ പറഞ്ഞു. പോകുന്നതൊക്കെ കൊള്ളാം, കഴിയുന്നതും നേരത്തെ വരണം, ജെനി ഓർമ്മിപ്പിച്ചു. ഏറിയാൽ 1 മണിക്കൂർ, അത് കഴിഞ്ഞ് അവിടെ ഇരിക്കത്തില്ല. അയാൾ ഉറപ്പ് കൊടുത്തു. ഇന്ന് തണുപ്പ് കൂടുതലാ, സ്വെറ്ററും കൂടി എടുത്തോ. അവൾ ബെഡ്റൂമിൽ ചെന്ന് കമ്പിളി ഉടുപ്പ് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. അയാൾ അത് ഷർട്ടിന് മീതെ ധരിച്ചു. ഇച്ചായൻ എങ്ങോട്ടാ? ക്രിസ്റ്റി കോണിപ്പടികൾ ഇറങ്ങി വന്നു. ക്ലബിലേക്ക്. ബോബി പറഞ്ഞു. റമ്മി കളി കാശി വെച്ചോ അതോ? കാശി വെച്ചാണ്. റമ്മി കളി നിർത്തണം ബോബിച്ചായ. ക്ലബിൽ പോയിരുന്ന് ഫ്രണ്ട്സുമായി സംസാരിക്കുന്നതിനും ഒരു ലാർജ് കഴിക്കുന്നതിനും ആരും എതിരല്ല. പക്ഷേ പണം പോകുന്ന കളിയൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ബോബി തലകുലുക്കി. എന്നാൽ ചെല്ല്. അയാൾ പുറത്തേക്കിറങ്ങിപ്പോയി. ജെനി ആശ്ചര്യഭാവത്തിൽ ക്രിസ്റ്റിയെ നോക്കി. കാശി വെച്ച് റമ്മികളി ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, അവൾ പറഞ്ഞു. രാവിലെ ക്ലബിൻ്റെ സെക്രട്ടറി അന്വേഷിച്ച് വന്നില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി അവരുടെ കറവ പശുവിനെ തിരക്കി വന്നതാണെന്ന്. ബോബി അത് കേട്ടില്ല. അയാൾ കാർ എടുത്ത് ക്ലബിലേക്ക് പോയി. അപ്പോഴാണ് മൊബൈലിൽ ഒരു കോൾ വന്നത്. എടുത്തു നോക്കിയപ്പോൾ സലോമിയാണ്. വണ്ടി റോഡ് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് അയാൾ കോൾ എടുത്തു. എന്താ സലോമി? ആൻ്റപ്പൻ ക്ലബിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചേ. കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഞാനും ക്ലബിലേക്ക് പോവുക. വണ്ടിയിലാണ് ഇപ്പോൾ, അയാൾ പറഞ്ഞു. വീട്ടിലല്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഫോൺ എടുക്കത്തില്ലല്ലോ. ആൻ്റണിയെ കൊണ്ടൊരു മനസ്സമാധാനവുമില്ല ബോബി. ചത്താൽ മതിയെന്ന് ചിലപ്പോൾ തോന്നും. ഛേ, അങ്ങനൊന്നും ചിന്തിക്കല്ലേ. ഏറ്റവും ഒടുവിലത്തെ സംഭവം കേൾക്കണോ? ആൻ്റണിയുടെ ആ സ്കോർപിയോ കാർ വിറ്റു. അപ്പോഴാണ് എതിർവശത്ത് നിന്ന് ആൻ്റണിയുടെ ജീപ്പ് ഇറങ്ങി വരുന്നത് ബോബി കണ്ടത്. ഞാൻ പിന്നെ വിളിക്കാം. അയാൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. ബോബിയെ കണ്ട് ആൻ്റണി ജീപ്പ് നിർത്തി പുറത്തേക്കിറങ്ങി. നീ നിന്റെ അനിയനെ കൊണ്ട് ആ സേവിയറെ തല്ലിച്ചെന്ന് കേട്ടല്ലോടാ. എന്താ അവനെ കൊണ്ട് എന്നെയും തല്ലിക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? പുച്ഛത്തോടെ അയാൾ ചോദിച്ചു. ആൻ്റണി, വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. ഞാനല്ല സേവിയറെ തല്ലിച്ചത്. അവൻ്റെ കയ്യിലിരിപ്പ് കാരണമാ തല്ല് കിട്ടിയേ. ശാന്തസ്വരത്തിൽ ബോബി പറഞ്ഞു. എൻ്റെ കയ്യിലിരിപ്പും അത്ര നല്ലതല്ലടാ. വേണേൽ ഒരു കൈ നോക്കാം. ബലാത്സംഗ വീരനെ എനിക്ക് ഒട്ടും പേടിയില്ല. ആ, കൊലപാതകയും കൂടെ ആണല്ലോ, അപ്പോൾ പേടിക്കണം. ആൻ്റണി കുടിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ബോബിക്ക് മനസ്സിലായി. ക്ലബിലേക്ക് ചെന്നാൽ ആൻ്റണി വീണ്ടും ഏറ്റുമുട്ടാൻ വരും. അയാൾ വേഗം കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി. അത് കണ്ട് ആൻ്റണി ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അയാൾ സ്ട്രോബെറി ക്ലബിൽ നിന്ന് കാർ പാർക്ക് ചെയ്തിട്ട് ഹാളിലേക്ക് കയറി ചെന്നു. ഹാളിൻ്റെ ഒരു വശത്തെ ഭിത്തിയിൽ ഘടിപ്പിച്ചിട്ടുള്ള നോട്ടീസ് ബോർഡിൻ്റെ മുന്നിൽ 2-3 പേർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ആൻ്റണി അങ്ങോട്ട് ചെന്നു. എന്തവാ സണ്ണിച്ച പുതിയ നോട്ടീസ്? വാർഷിക വരിസംഖ്യ പിന്നെയും വർദ്ധിപ്പിച്ചോ? അയാൾ ചോദിച്ചു. അല്ല ആൻ്റണി, നമ്മുടെ ബോബിയുടെ അറിയിപ്പാ. കുറേ പണം അടങ്ങിയ പൊതി റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയിരിക്കുന്നു. യഥാർത്ഥ ഉടമ തെളിവ് സഹിതം ബന്ധപ്പെടുക. ബോബി, ചെട്ടിശ്ശേരിയിൽ. മൊബൈൽ നമ്പറുമുണ്ട്, സണ്ണി പറഞ്ഞു. ആൻ്റണി ഞെട്ടലോടെ നിന്നു. ആൻ്റണി ആ നോട്ടീസ് വീണ്ടും വീണ്ടും വായിച്ചു. കുറേ പണം അടങ്ങിയ പൊതി റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയിരിക്കുന്നു. ആ വാക്കുകൾ വായിക്കും തോറും അയാളുടെ നെഞ്ചിടിപ്പിൻ്റെ വേഗം കൂടി വന്നു. 4 ലക്ഷം രൂപയുടെ പൊതിയാണോ ബോബിക്ക് കിട്ടിയത്? എത്ര രൂപയാ ബോബിക്ക് കിട്ടിയതെന്നറിയാമോ സണ്ണി?
നോട്ടീസ് ബോർഡിലെ അറിയിപ്പ് വായിച്ചുകൊണ്ട് നിന്നിരുന്ന ഇടമലപ്പറമ്പിലെ സണ്ണിയോട് ആന്റണി ചോദിച്ചു. ആ, എനിക്കറിയാൻ മേല. വല്ല 500-1000 ആയിരിക്കും. അതിൻ്റെ പേരിൽ സത്യസന്ധനെന്ന ലേബൽ ചുളുവിൽ ഒപ്പിച്ചെടുക്കാനുള്ള പരിപാടി അവൻ്റേത്. പരിഹാസമുണ്ടായിരുന്നു സണ്ണിയുടെ സംസാരത്തിൽ. ഏയ്, അതായിരിക്കില്ല. 10-10,000 കാണുമായിരിക്കും. അല്ലെങ്കിൽ അവൻ ക്ലബിലെ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ എഴുതിയിടത്തില്ല. ഉടുമ്പൻചൊല്ല അപ്പച്ചൻ പറഞ്ഞു. ബോബിയല്ല നോട്ടീസ് ഇട്ടിരിക്കുന്നത്. ക്ലബിൻ്റെ സെക്രട്ടറി കുട്ടിക്കൽ ഈപ്പൻ മാത്യു ആണ്. സെക്രട്ടറിയോട് ചോദിച്ചാൽ കൂടുതൽ വിവരം അറിയാൻ കഴിഞ്ഞേക്കും. റിക്രിയേഷൻ ഹാളിനോട് ചേർന്ന് ഒരു ചെറിയ മുറിയുണ്ട്. അതാണ് സെക്രട്ടറിയുടെ ഓഫീസ്. ആന്റണി അങ്ങോട്ട് ചെന്നു. അക്കൗണ്ട് രജിസ്റ്ററിൽ എന്തോ കണക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈപ്പൻ മാത്യു. അയാൾ തലയുയർത്തി നോക്കി. എന്താ ആന്റണി? നോട്ടീസ് ബോർഡിൽ ഒരു അറിയിപ്പ് കണ്ടു. ബോബിക്ക് കുറച്ച് കാശ് കളഞ്ഞു കിട്ടിയെന്ന്. ആന്റണി എതിർവശത്തുള്ള കസേരയിലിരുന്നു. എന്താ, തൻ്റെ പണം വല്ലതും നഷ്ടപ്പെട്ടോ? അല്ല, എന്താ സംഭവമെന്നറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എൻ്റെ പരിചയക്കാരോട് പറയാമല്ലോ. ബോബിയുടെ അനിയൻ ക്രിസ്റ്റി എന്നൊരു പയ്യനുണ്ട്. അവൻ്റെ കയ്യിലാ കുറച്ച് കാശ് അടങ്ങിയ ഒരു കടലാസ് പൊതി കിട്ടിയത്. അവൻ്റെ ഐഡിയയാണ് ഇങ്ങനെയൊരു നോട്ടീസ്. ക്രിസ്റ്റിക്കാണ് പണം കിട്ടിയിരിക്കുന്നത്. എത്ര രൂപയുണ്ടെന്ന് അറിയാമോ ഈപ്പച്ച? ഉത്കണ്ഠ പുറത്ത് കാണിക്കാതെ ആന്റണി തിരക്കി. അതവൻ പറയുമോ? അതൊക്കെ പറഞ്ഞ പലരും ഉടമസ്ഥനാണെന്നും പറഞ്ഞ് ചെല്ലത്തില്ലയോ? ഒന്നും പറയാതെ ആന്റണി എഴുന്നേറ്റു. ബോബിയെ പിണക്കിയത് മണ്ടത്തരമായി പോയി. ഇന്നിങ്ങോട്ട് പോരുമ്പോഴും അവനെ അറിയാൻ എന്താണൊരു വഴി? ബോബിയോട് ചെന്ന് ചോദിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അവൻ ആട്ടിയാൽ അതും കേട്ട് മിണ്ടാതെ പോരേണ്ടി വരും. സലോമിയെ കൊണ്ട് ചോദിപ്പിച്ചാലോ? അതെ, അതാണ് ഏറ്റവും നല്ല മാർഗം. ആന്റണി അപ്പോൾ തന്നെ ജീപ്പ് എടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. സലോമി സംസാരിക്കും. അതിനൊക്കെ മിടുക്കിയാണവൾ. മുറ്റത്തേക്ക് ജീപ്പ് കയറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ സലോമി വാതിൽ തുറന്നു നോക്കി. തണുപ്പ് അധികമായതിനാൽ അവൾ ടോപ്പിനു മീതെ സ്വെറ്റർ ധരിച്ചിരുന്നു. ആന്റണി പതിവിലെ നേരത്തെ മടങ്ങി വന്നത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. ഇന്ന് ക്ലബിൽ പോയില്ലേ? സലോമി, ഒരു സംഭവമുണ്ടായി, നീ വാ. അയാൾ അവളെയും കൊണ്ട് വേഗം അകത്തേക്ക് കയറി വാതിലടച്ചു. എന്ത് സംഭവമാ? അവൾക്ക് മനസ്സിലായില്ല. ബോബിയുടെ അനിയൻ ക്രിസ്റ്റിക്ക് കുറച്ച് കാശ് റോഡിൽ കിടന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടേതാണെങ്കിലോ? വിശ്വാസം വരാതെ അവൾ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ആൻ്റപ്പൻ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു? ക്ലബിലെ നോട്ടീസ് ബോർഡിലിട്ട നോട്ടീസിൻ്റെ കാര്യം അയാൾ അവളോട് പറഞ്ഞു. തെളിവ് സഹിതം ചെന്നാൽ കിട്ടുമെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവുണ്ടല്ലോ. അവൾ ആശ്വസിച്ചു. പക്ഷേ എൻ്റെ പണമാണെന്നറിഞ്ഞാൽ അവനത് തന്നില്ലെങ്കിലോ? എന്നോട് വലിയ ശത്രുതയല്ലയോ അവന്? ആരാ ശത്രുവാക്കിയേ? അന്നേ ഞാൻ പറഞ്ഞതാ. ചെന്ന് ബോബിയോട് സോറി പറയാൻ സലോമി കുറ്റപ്പെടുത്തി. അതിപ്പം ഇങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? എന്തായാലും നീ ബോബിയെ ഒന്ന് വിളിച്ചു ചോദിക്കേ, വിവരം അറിയാമല്ലോ. ഞാനോ? അവൾ അമ്പരന്നു. ഞാൻ സംസാരിച്ച അവൻ സത്യം പറയത്തില്ല. നീയാകുമ്പോൾ ഉള്ളതുപോലെ പറയും. എന്നാ വിളിക്കേ. മൊബൈലിൽ ബോബിയുടെ നമ്പർ എടുത്ത് അയാൾ സലോമിക്ക് നീട്ടി. ആൻ്റപ്പൻ്റെ നമ്പർ കണ്ടാൽ ബോബി കോൾ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾ ചോദിച്ചു. അത് നേരാ, ലാൻഡ് ഫോണിൽ വിളിച്ചാൽ മതി. അതും അവനറിയാമായിരിക്കും. എന്നാലും സലോമി ക്ലോക്കിലേക്ക് നോക്കി. സമയം 7:30. രാത്രി ഈ നേരത്ത് ബോബി വീട്ടിലായിരിക്കും. ലാൻഡ് ഫോൺ നമ്പർ കാണുമ്പോൾ വിളിക്കുന്നത് താനാണെന്ന് മനസ്സിലാവും. ബോബി കോൾ എടുക്കുകയില്ല. അഥവാ കിട്ടിയാൽ തന്നെ താൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് ബോബി സംസാരിക്കും. ആൻ്റപ്പൻ അടുത്ത് നിൽക്കുമ്പോൾ അത് കുഴപ്പമാകും. നാളെ വിളിക്കാം, അവൾ പറഞ്ഞു. അത് വേണ്ട, എനിക്കിന്ന് ഉറങ്ങാൻ പറ്റത്തില്ലടി. രണ്ടിലൊന്നറിയാതെ ഇപ്പം തന്നെ വിളിക്ക്, ആൻ്റണി നിർബന്ധിച്ചു. വിളിക്കാം, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആൻ്റണി ബെഡ്റൂമിലേക്ക് പോയി. ബ്രാൻഡിയും മിനറൽ വാട്ടറിൻ്റെ കുപ്പിയും അവിടെ സ്റ്റോക്കുണ്ട്. ആലോചനയോടെ സലോമി ടെലിഫോണിനരികിലെ കസേരയിലേക്ക് ഇരുന്നു. അത്താഴത്തിന് ചപ്പാത്തി ഉണ്ടാക്കാൻ ജെനി ആട്ട കുഴയ്ക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ക്രിസ്റ്റി കിച്ചണിലേക്ക് വന്നത്. അപാര തണുപ്പ്. കുറച്ച് കട്ടൻ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ചേച്ചി. അതിനെന്താ, ഇപ്പം തരാം. കാപ്പി ഉണ്ടാക്കുന്ന പിടിയുള്ള പാത്രത്തിലേക്ക് അവൾ വെള്ളം പകർന്നു. അപ്പോഴേക്ക് ഞാൻ മാവ് കുഴയ്ക്കാം, അവൻ പറഞ്ഞു. വേണ്ട ക്രിസ്റ്റി, ഞാൻ ജയിൽ കിച്ചണിൽ ഞാൻ 1000കണക്കിന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 8-10 ഉണ്ടാക്കാൻ ഒരു പാടുമില്ലെനിക്ക്. ആട്ടയിലേക്ക് അവൻ വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തു. ക്ലബിൽ നോട്ടീസ് ഇട്ടിട്ട് ആരും ഇതുവരെ വിളിച്ചില്ലല്ലോ. കാപ്പി ഉണ്ടാക്കുന്നതിനിടയിൽ ജെനി പറഞ്ഞു.
പലരും അറിഞ്ഞു കാണത്തില്ല. ചിലപ്പോൾ ക്ലബ്ബ് മെമ്പേഴ്സിൻ്റെ പണമല്ലായിരിക്കും അത്. എന്തായാലും നാളെ കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് പോലീസിനെ ഏൽപ്പിക്കാം. അവരുടെ ചോദ്യം ചെയ്യൽ സഹിക്കേണ്ടി വരും. ജെനി ഭയന്നു. പോലീസിനെ എനിക്കിപ്പോൾ പേടിയില്ല ചേച്ചി. അവരോട് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കാൻ എനിക്കറിയാം, ക്രിസ്റ്റി പറഞ്ഞു. മുൻവശത്തെ മുറിയിലിരുന്ന് ബോബി അപ്പോൾ ടി വിയിൽ ഒരു റിയാലിറ്റി ഷോ കാണുകയായിരുന്നു. പക്ഷേ അയാളുടെ മനസ്സ് സ്ട്രോബെറി ക്ലബിലായിരുന്നു. റമ്മി കളിയും തമാശയും സ്കോച്ച് വിസ്കിയും. പെട്ടെന്ന് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചു. എടുത്തു നോക്കിയപ്പോൾ ആൻ്റണിയുടെ വീട്ടിലെ നമ്പറാണ്. ആ നമ്പറിൽ സലോമി മാത്രമേ വിളിക്കൂ. ആൻ്റണി മൊബൈൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കിച്ചണിൽ ജെനിയുടെയും ക്രിസ്റ്റിയുടെയും സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. അവർ ഉടനെ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഹലോ, ബോബി കോൾ എടുത്തു. ബോബി എവിടെയാ? ശബ്ദം താഴ്ത്തി സലോമി ചോദിച്ചു. വീട്ടിലാണ്. സംസാരിക്കാൻ പറ്റുമോ? മൊബൈൽ ചെവിയിൽ നിന്നെടുക്കാതെ അയാൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ഞാനൊരു കാര്യം അറിഞ്ഞു, അതേക്കുറിച്ച് ചോദിക്കാനാ ഇപ്പം വിളിച്ചേ, അവൾ പറഞ്ഞു. എന്താണ്? ബോബിക്ക് കുറച്ച് പണം റോഡിൽ കിടന്ന് കിട്ടിയെന്ന് ആൻ്റപ്പൻ പറഞ്ഞു. നേരാണോ? ക്ലബിൽ നിന്നായിരിക്കും അക്കാര്യം ആൻ്റണി അറിഞ്ഞത്. എനിക്കല്ല കിട്ടിയത്, ക്രിസ്റ്റിക്ക. അവൻ പറഞ്ഞിട്ടാ ക്ലബിലെ നോട്ടീസ് ബോർഡിൽ. എത്ര രൂപയുണ്ടായിരുന്നു? അവൾ ചോദിച്ചു. പെട്ടെന്ന് ഒരു ചിന്ത ബോബിയുടെ മനസ്സിൽ മിന്നിമറിഞ്ഞു. സലോമിയെ ഉപയോഗിച്ച് എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് പണത്തിൻ്റെ അവകാശം ഉന്നയിച്ച് വരാനല്ലേ ആൻ്റണിയുടെ പ്ലാൻ? അവൻ്റെ കളി ഇവിടെ നടക്കത്തില്ല. എനിക്കറിയത്തില്ല സലോമി, ക്രിസ്റ്റിയുടെ കയ്യിലാ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവനത് ഞങ്ങളെ ആരെയും ഇതുവരെ കാണിച്ചിട്ടില്ല. ആരെങ്കിലും വന്നാൽ അവൻ്റെ അടുത്തേക്ക് വിടാനാ പറഞ്ഞേക്കുന്നത്. ബോബി അജ്ഞത നടിച്ചു. ആൻ്റപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ചേറെ രൂപ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അത് വട്ടവടയിലേക്ക് വരുന്ന റോഡിൻ്റെ ഏതോ ഭാഗത്ത്. ആൻ്റണിയുടെ ബുദ്ധി കൊള്ളാം. അവൻ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ സലോമി സംസാരിക്കുന്നു. എത്ര രൂപയുണ്ടായിരുന്നു? ബോബി വെറുതെ ചോദിച്ചു. 4 ലക്ഷം. അയാൾ ഒന്ന് ഞെട്ടി. ആൻ്റണിയുടെ കയ്യിൽ നിന്ന് വീണുപോയ പാക്കറ്റായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ അവനെ ഇവിടെ വരുത്തി കാല് പിടിപ്പിക്കാൻ ഒരു സുവർണ അവസരം കിട്ടും. ബോബി ഉള്ളിൽ ചിരിച്ചു. 4 ലക്ഷമോ? അതെങ്ങനെ സംഭവിച്ചു? ഒന്നും അറിയാത്ത മട്ടിൽ അയാൾ ചോദിച്ചു. ആൻ്റപ്പന് ഒരു സ്കോർപിയോ ഉണ്ടായിരുന്നില്ലേ? ആ കാർ വിറ്റു. അതിന് കിട്ടിയ 4 ലക്ഷം രൂപയും കൊണ്ട് വട്ടവടയ്ക്ക് വരുമ്പോൾ ആൻ്റണിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അവൾ ബോബിയോട് പറഞ്ഞു. ആൻ്റപ്പൻ പറഞ്ഞിട്ടാണോ സലോമി എന്നെ വിളിച്ചത്? ഉവ്, എന്നോട് സംസാരിക്കാൻ വയ്യ ആൻ്റപ്പന്, അല്ലയോ? ബോബി, അത് പിന്നെ ഞാനൊരു ചെറിയ അബദ്ധം കാണിച്ചു. അത് ശരിയാ. പക്ഷേ അതിൻ്റെ പേരിൽ ആൻ്റപ്പൻ എന്നെ നാട്ടിക്കാൻ ശ്രമിച്ചു. ഇന്ന് ക്ലബിൽ പോകാൻ ഇറങ്ങിയപ്പോൾ റോഡിൽ വെച്ചും എന്നോട് മുട്ടാൻ വന്നു. ഞാൻ ഒഴിഞ്ഞു മാറി. ആൻ്റപ്പന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ തമ്മിൽ പിണങ്ങാനിട വന്നതിൽ ഏറ്റവും വലിയ വിഷമം എനിക്കാ. അത് ബോബിക്ക് മനസ്സിലായി കാണുമല്ലോ. ആൻ്റപ്പൻ അപ്പുറത്തെ മുറിയിലുണ്ട്. അല്ലായിരുന്നെങ്കിൽ എങ്കിൽ വെച്ചോ സലോമി. ആൻ്റപ്പനോട് പറ ക്രിസ്റ്റിയെ ഒന്ന് കാണാൻ. എനിക്കതേക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ബോബി പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ്റെ കതിർ അവനവന് തന്നെ കൊയ്യേണ്ടി വരും. പക്ഷേ അത് ഇത്ര വേഗം സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. എല്ലാം കലങ്ങി തെളിയാൻ പോകുന്നു. ആൻ്റപ്പൻ കെട്ടിപ്പിടിച്ച് വീണ്ടും സ്വീകരിക്കും. അതോടെ ആ ഓർമ്മയിൽ ബോബി ഒന്ന് കോരിത്തരിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ജെനി വന്ന് അയാളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. നെയ്യ് പുരട്ടി ചുട്ടെടുത്ത ചപ്പാത്തിയുടെ മണം വീടിനുള്ളിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. ബോബിയും ക്രിസ്റ്റിയും ഒന്നിച്ചാണ് കഴിക്കാനിരുന്നത്. ചുട്ടെടുത്ത ചപ്പാത്തി ഓരോന്നായി ജെനി അവരുടെ പ്ലേറ്റുകളിലേക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്തു. കുറച്ചു മുമ്പ് സലോമി എന്നെ വിളിച്ചായിരുന്നു. പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും കൂടാതെ അലസമട്ടിൽ ബോബി പറഞ്ഞു. എന്തിനായിരുന്നു? ജെനി തലതിരിച്ചു നോക്കി. ക്ലബിൽ നിന്ന് വിവരം അറിഞ്ഞിട്ടാ. ആൻ്റണിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കളഞ്ഞു പോയിട്ടുണ്ടെന്ന്. ക്രിസ്റ്റി ഒരു നിമിഷം കഴിക്കാൻ മറന്നു. എത്ര രൂപയെന്നാ അവൾ പറഞ്ഞത്? ഞാനതൊന്നും ചോദിച്ചില്ല. ക്രിസ്റ്റിക്ക് ആ പണം കിട്ടിയത് അവനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ലെന്നും. അത് നന്നായി. ജെനിക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ നാളെ വന്ന് ചോദിച്ചാൽ നിനക്ക് കൈകാര്യം ചെയ്തോളാമോ? ബോബി ചോദിച്ചു. ആൻ്റപ്പൻ ചേട്ടൻ വരട്ടെ, അവൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ ആൻ്റണിയുടെ ജീപ്പ് ചെട്ടിശ്ശേരിയിൽ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ജീപ്പിൽ നിന്ന് ആൻ്റണിയും സലോമിയും ഇറങ്ങി. സാരിയായിരുന്നു സലോമിയുടെ വേഷം. ആൻ്റണി പതിവ് പോലെ മുണ്ടും
ബ്ലാക്ക് ഷർട്ടും ധരിച്ച് അവർ വന്നത് കണ്ട് ബോബി അപ്പോൾ തന്നെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. മടിച്ചാണ് ആന്റണിയും സലോമിയും വീട്ടിലേക്ക് കയറി ചെന്നത്. അയാൾ കണ്ണു കാണിച്ചപ്പോൾ അവൾ കോളിംഗ് ബെൽ മുഴക്കി. ജെനി വന്ന് വാതിൽ തുറന്നു. അല്ല, ഇതാരൊക്കെയാ? വഴിതെറ്റി കയറിയതൊന്നും അല്ലല്ലോ? അവൾ മനഃപൂർവ്വം ചോദിച്ചു. വഴി തെറ്റിയതൊന്നുമല്ല ജെനി, ഇവിടേക്ക് തന്നെ വന്നതാ, സലോമി പറഞ്ഞു. കേറി വാ, അവൾ ക്ഷണിച്ചു. രണ്ടുപേരും സ്വീകരണ മുറിയിലേക്ക് കയറി. ഇരിക്കെ. പിന്നെ എന്താ വിശേഷിച്ച്? ഞങ്ങൾ ക്രിസ്റ്റിയെ ഒന്ന് കാണാൻ വന്നതാ, സലോമിയാണ് പറഞ്ഞത്. ആന്റണി നിശബ്ദനായിരുന്നതേയുള്ളൂ. ക്രിസ്റ്റി, ജെനി നീട്ടി വിളിച്ചു. ഉടൻ തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി ക്രിസ്റ്റി താഴേക്ക് വന്നു. നീല നിറത്തിലുള്ള കോട്ടൺ ഷർട്ടും കരയുള്ള മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. ഷർട്ടിൻ്റെ കൈകൾ രണ്ടും ധരിച്ച് മുകളിലേക്ക് കയറ്റി വച്ചിരുന്നു. ഒരു ദിവസത്തെ വളർച്ചയുള്ള കുറ്റി താടിയുണ്ടായിരുന്നു അവൻ്റെ കവിളുകളിൽ. സലോമി അവൻ്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു. ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഓർമ്മയുണ്ടോ നിനക്ക് രണ്ടുപേരെ? ജെനി അവനോട് ചോദിച്ചു. പിന്നില്ലേ, ആൻ്റപ്പൻ ചേട്ടനെയും സലോമി ചേച്ചിയെ മറക്കാൻ പറ്റുമോ? അടിമാലിയിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചവരല്ലേ രണ്ടുപേരും? ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആൻ്റണിയുടെ മുഖം വിളറി. ചേട്ടാ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. ചേട്ടൻ ചെയ്തതാ ശരി. പെൺപിള്ളേരുള്ള സ്ഥലത്ത് എന്നെ വിശ്വസിച്ച് ജോലിക്ക് നിർത്താനൊന്നും പറ്റത്തില്ല. അവൻ്റെ ആ പരിഹാസവും ആൻ്റണി സഹിച്ചു. സലോമിക്കും മിണ്ടാൻ കഴിഞ്ഞില്ല. ക്രിസ്റ്റി, മതി, വീട്ടിൽ വന്നവരോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ജെനി അവനെ വിലക്കി. അതൊക്കെ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ചേച്ചി. ബോബിച്ചായൻ അനുഭവിച്ച അപമാനവും സങ്കടവും ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്നോട് പൊറുക്ക്. ആൻ്റണിയുടെ അടുത്തുള്ള കസേരയിൽ അവൻ ഇരുന്നു. ബോബിച്ചായനും ഞാനും ഒരമ്മ പെറ്റ മക്കളല്ലേ ആൻ്റപ്പൻ ചേട്ടാ. ബോബിച്ചായനും നൊന്താൽ എനിക്ക് നോവും. പോട്ടെ, എന്താ ആൻ്റപ്പൻ ചേട്ടനും സലോമി ചേച്ചിയും വന്നത്? അവൻ ചോദിച്ചു. ക്രിസ്റ്റി, നീ പറഞ്ഞതൊക്കെ ശരിയാ. ബോബിയോട് ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. അത് എൻ്റെ തെറ്റാ. എന്നെ ആരെങ്കിലും പറ്റിക്കാൻ നോക്കിയെന്ന് തോന്നിയാൽ പിന്നെ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ പിടികിട്ടത്തില്ല. അങ്ങനെ ആയിപ്പോയി എൻ്റെ പ്രകൃതം. ആൻ്റണിയുടെ കുറ്റസമ്മതം മുകളിലത്തെ മുറിയിലിരുന്ന് ബോബി കേൾക്കുന്നുണ്ടായിരുന്നു. ബോബി ഇല്ലേ ഇവിടെ? സലോമി ചോദിച്ചു. മുകളിലുണ്ട്, അവിടെ എന്തോ പണിയില്ല, ഞാൻ വിളിക്കാം. ജെനി മുകളിലോട്ട് കയറിപ്പോയി. ആൻ്റപ്പൻ ചേട്ടനും സലോമി ചേച്ചിയും വെറുതെ ഇറങ്ങിയതാണോ അതോ? ക്രിസ്റ്റി ചോദിച്ചു. അത് പിന്നെ ആൻ്റപ്പൻ പറയാൻ മടിച്ചു. ഞാൻ പറയാം. ആൻ്റപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് രൂപ റോഡിൽ വീണുപോയി. ക്രിസ്റ്റിക്ക് കിട്ടിയത് അതാണോന്നറിയാനാണ് ഞങ്ങൾ വന്നത്, സലോമി പറഞ്ഞു. ആൻ്റണിയും സലോമയും പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എത്ര രൂപയാണ് ആൻ്റപ്പൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയത്? ജാഗ്രതയോടെ അവൻ ചോദിച്ചു. 4 ലക്ഷം. തനിക്ക് കിട്ടിയത് ആൻ്റണിയുടെ പണമാണെന്ന് ഒരു നിമിഷം ക്രിസ്റ്റിക്ക് ഉറപ്പായി. 500-ൻ്റെ നോട്ടുകളായിരുന്നോ? അല്ല, 1000-ൻ്റെ 4 എണ്ണം. 4ലും SPTയുടെ സ്ലിബുണ്ടായിരുന്നു. ബ്രൗൺ നിറത്തിലുള്ള പേപ്പർ കൊണ്ടാ പൊതിഞ്ഞിരുന്നത്. റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കിയിട്ടുണ്ടായിരുന്നു, ആൻ്റണി വിശദീകരിച്ചു. ക്രിസ്റ്റി പുഞ്ചിരിച്ചു. ആൻ്റപ്പൻ ചേട്ടന് ഭാഗ്യമുണ്ട്. ആ പൊതി എനിക്കാണ് കിട്ടിയത്. സത്യമാണോ ക്രിസ്റ്റി? വിശ്വാസം വരാതെ സലോമി ചോദിച്ചു. അതെ ചേച്ചി, എനിക്കറിയാമായിരുന്നു വട്ടവടയിൽ തന്നെയുള്ള ആരുടെയോ പണമായിരിക്കും അതെന്ന്. അതുകൊണ്ടാ പോലീസിൽ ഏൽപ്പിക്കാതെ ക്ലബിലെ ബോർഡിൽ നോട്ടീസ് ഇട്ടത്. എൻ്റെ കർത്താവേ, നീ കാത്തു. അവൾ ആൻ്റണിയുടെ മുഖത്തേക്ക് നോക്കി. അത്ര സന്തോഷത്തോടെ അയാളെ അവൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. സ്റ്റെയർ കേസ് ഇറങ്ങി ബോബിയും ജെനിയും വന്നു. ബോബി ചായ, എനിക്ക് കിട്ടിയ ആ കാശ് ആൻ്റപ്പൻ ചേട്ടൻ്റേതായിരുന്നു, ക്രിസ്റ്റി പറഞ്ഞു. നേരോ? ബോബിയും ജെനിയും അത്ഭുതത്തോടെ അവനെ നോക്കി. ആൻ്റണി എഴുന്നേറ്റ് ചെന്ന് ബോബിയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു. ബോബി, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ആൻ്റപ്പനോട് പിണക്കമൊന്നുമില്ല. ക്രിസ്റ്റി അവൻ്റെ മുറിയിൽ ചെന്ന് പണമടങ്ങിയ പാക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ആൻ്റണിക്ക് കൊടുത്തു. മുഴുവൻ സംഖ്യയും ഉണ്ടോയെന്ന് എണ്ണി നോക്കി ചേട്ടാ. മുഴുവനും കാണും, എനിക്കറിയാം. അയാൾ ആ പാക്കറ്റ് സലോമിയെ ഏൽപ്പിച്ചു. ജെനി കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു. ഒപ്പം കഴിക്കാൻ കുഴലപ്പവും അവലോസുണ്ടയും കൊടുത്തു. എല്ലാവരും കൂടി അടുത്ത സൺഡേ വീട്ടിലേക്ക് വരണം. ഉച്ചയ്ക്ക് അവിടെ നിന്നുണ്ണാം. യാത്ര പറഞ്ഞു പോകും മുമ്പ് സലോമി ക്ഷണിച്ചു. വരാം സലോമി. ജെനി ക്ഷണം സ്വീകരിച്ചു. സലോമി അപ്പോൾ ക്രിസ്റ്റിയെ ഒന്ന് നോക്കി. ആ നോട്ടം അവൻ കണ്ടു. അന്നു മുഴുവൻ ജാസ്മിൻ ഒരേ കിടപ്പ് കിടന്നു.
ഭക്ഷണം കഴിക്കാനോ കുളിക്കാനോ പുറത്തേക്ക് പോകാനോ അവൾക്കൊരു ഉന്മേഷവും തോന്നിയില്ല. ജാസ്, എന്തൊരു കിടപ്പാടി ഇത്? നീ ആഗ്രഹിച്ചത് നടക്കത്തില്ലെങ്കിൽ നീ ചെന്ന പ്രൊഫസറെ കണ്ട് വേറെ സബ്ജക്റ്റ് എടുക്ക്, ട്രീസ അവളെ ഉപദേശിച്ചു. ജാസ്മിൻ മിണ്ടിയില്ല. ക്രിസ്റ്റി നടത്തിയ കുറ്റകൃത്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തി പഠിക്കാനായിരുന്നു അവൾക്കിഷ്ടം. പക്ഷേ പപ്പയുടെ കടുംപിടുത്തം കാരണം അത് നടക്കുമെന്നും തോന്നുന്നില്ല. വട്ടവടയിലേക്ക് പോകാൻ തന്നെ അനുവദിക്കുകയില്ലെങ്കിൽ ക്രിസ്റ്റിയെ എങ്ങനെ കാണും, സംസാരിക്കും, അനുഭവങ്ങൾ എങ്ങനെ ചോർത്തിയെടുക്കും? പപ്പ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് ഒരു കാരണവശാലും മാറുകയില്ല. ഇനി വേറെ ഏതെങ്കിലും വിഷയം കണ്ടുപിടിക്കണം. എവിടെ സമയം? അന്ന് രാത്രിയിൽ അവൾ ഒരുപാട് വൈകിയിരുന്ന് പല വിഷയങ്ങളും ആലോചിച്ചു. ഒടുവിൽ ഒരെണ്ണം അല്പം തൃപ്തികരമായി അവൾക്ക് തോന്നി. കൗമാരക്കാരികളുടെ മാനസിക സംഘർഷങ്ങൾ. ഒരു കേസ് സ്റ്റഡി. പിറ്റേന്ന് രാവിലെ അതേക്കുറിച്ച് ട്രീസിയോട് പറഞ്ഞപ്പോൾ അവളും പിന്തുണച്ചു. കൊള്ളാം, നല്ല സബ്ജക്റ്റാണ്. ടീനേജ് കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്താൽ മതിയല്ലോ, ഒരു പുസ്തകം തന്നെ എഴുതാനുള്ള മാറ്റർ കിട്ടും. അതോടെ ജാസ്മിന് ധൈര്യമായി. വിഷയമാറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ അവൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. പ്രൊഫസർ ഗുണശേഖരൻ്റെ അനുവാദം വേണം ഗവേഷണ പ്രബന്ധത്തിൻ്റെ വിഷയം മാറ്റാൻ. പ്രൊഫസറുടെ മുറിയിൽ ചെന്ന് ജാസ്മിൻ അദ്ദേഹത്തെ കണ്ടു. ഗുഡ് മോർണിംഗ് സർ. റിസർച്ചിന് ഞാൻ നേരത്തെ തീരുമാനിച്ച വിഷയം ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അവൾ ആമുഖമായി പറഞ്ഞു. എന്താണ് പുതിയ സബ്ജക്റ്റ്? അദ്ദേഹം ചോദിച്ചു. അവൾ അത് പറഞ്ഞു. പ്രൊഫസർ ഗുണശേഖരൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ജാസ്മിൻ, കനോട്ട് ചേഞ്ച് യുവർ സബ്ജക്റ്റ്. അത് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ചേഞ്ച് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊഫസറെ നിർബന്ധിച്ചിട്ട് ഇനി ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അവൾ നന്ദി പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഒരു മാർഗമുണ്ട്. വട്ടവടയിലേക്ക് പോകുന്ന കാര്യം പപ്പയും മമ്മിയും അറിയാതിരുന്നാൽ മതി. താൻ പോണ്ടിച്ചേരിയിലാണെന്ന് അവർ വിശ്വസിച്ചോളും. അവൾ ഉടൻ തന്നെ ജെനിയെ വിളിച്ചു. എന്താ മോളെ? ചേച്ചി, എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ഗവേഷണത്തെക്കുറിച്ച് അവൾ ചുരുങ്ങിയ വാക്കുകളിൽ ജെനിയോട് പറഞ്ഞു. പപ്പ സമ്മതിക്കുന്നില്ല. 1 മാസം ഞാൻ അവിടെ വന്ന് താമസിക്കാൻ. ക്രിസ്റ്റിയെപ്പോലെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുത്തനെ ഞാൻ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും? നീ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞത് ഈ ഉദ്ദേശത്തോടെയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ജാസ്മിൻ. നീ ഇങ്ങോട്ട് വരണ്ട എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ക്രിസ്റ്റിയെ നീ പഠിക്കണ്ട, അത് ശരിയാവത്തില്ല. എനിക്കിനി ഈ സബ്ജക്റ്റ് മാറ്റാൻ പറ്റില്ല ചേച്ചി, അവൾ വാദിച്ചു. മാറ്റാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല. വെറും കൈയോടെ ഞാൻ മടങ്ങേണ്ടി വരും. പ്ലീസ് ചേച്ചി, ജാസ്മിൻ വാദിച്ചു. ഇക്കാര്യത്തിൽ ഞാനും പപ്പയുടെ കൂടെയാണ്. അപകടകരമായ ഒരു വിഷയമാണ് നീ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് വേണ്ട. ജെനി ഫോൺ കട്ട് ചെയ്തു. ജാസ്മിൻ സ്തബ്ധയായി നിന്നു. അധ്യായം 10. ഫോണിൻ്റെ റിസീവർ വെച്ചിട്ട് ജെനി നിന്ന് കിതച്ചു. ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഇതുവരെ ജാസ്മിനോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കരിഞ്ഞുണങ്ങിയ മുറിവ് വീണ്ടും മാന്തി പൊളിച്ച് പരിശോധിക്കാനായി അവൾ വരുന്നു എന്ന് കേട്ടപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം അറിയാതെ കൈമോശം വന്നുപോയി. അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. അവൾക്ക് വിഷമമായി കാണും. വിളിച്ച് ഒന്നുകൂടി സംസാരിക്കണം, കാര്യം പറഞ്ഞ് സമാധാനിപ്പിക്കണം. ജെനി റിസീവർ എടുത്ത് ജാസ്മിൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത്. പോസ്റ്റ്മാൻ ആണെങ്കിൽ കവർ സിറ്റൗട്ടിലിട്ടിട്ട് ബെല്ലടിച്ചിട്ട് പൊയ്ക്കോളും. ബോബിച്ചായനും ക്രിസ്റ്റിയും കൂടി കൃഷിത്തോട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. പെട്ടെന്ന് വാതിൽ തുറന്ന് ക്രിസ്റ്റി കയറി വന്നു. അവനെ കണ്ട് ജെനി വേഗം റിസീവർ വെച്ചു. ഞാൻ വന്നതുകൊണ്ടാണോ ഫോൺ വെച്ച്? ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഏയ് അല്ല, ഞാൻ ജാസ്മിനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ, പക്ഷെ എടുക്കുന്നില്ല. ക്ലാസ്സിലോ ലൈബ്രറിയിലോ ആണെങ്കിൽ മൊബൈൽ അവൾ സൈലന്റിലിടും. സെറ്റിയിലേക്ക് ക്രിസ്റ്റി ഇരുന്നു. ജെനി ചേച്ചിയുടെ അനിയത്തി എവിടാ പഠിക്കുന്നേ? പോണ്ടിച്ചേരിയിലാ, അവിടെ യൂണിവേഴ്സിറ്റിയിൽ. ജെനി പറഞ്ഞു. ഏത് കോഴ്സിലാ? MA-ക്കാ, സൈക്കോളജി. അവൻ കൗതുകത്തോടെ ജെനിയെ നോക്കി. സൈക്കോളജി, അതായത് മനഃശാസ്ത്രം. അനിയത്തിക്ക് ഇഷ്ടമുണ്ടായിട്ട് പഠിക്കാൻ പോയതാണോ അത്? അതെ, അവൾക്ക് ഇഷ്ടമുള്ള വിഷയമാ, അതുകൊണ്ടാ അവിടെ പഠിക്കാൻ പോയേ. ഒരനിയത്തിയല്ലേ ഉള്ളൂ? അതെ, എന്നേക്കാൾ 3 വയസ്സിന് ഇളയതാ ജാസ്മിൻ. ചേച്ചിയെപ്പോലെയാണോ കാണാൻ അനിയത്തിയും? അവൻ വെറുതെ ചോദിച്ചു. എന്നെപ്പോലൊന്നുമല്ല, അവളാ കാണാൻ സുന്ദരി.
ജെനി പറഞ്ഞത് കേട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ചേച്ചിക്ക് ഇത്ര എളിമയുണ്ടെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അവളും ചിരിച്ചു. പെട്ടെന്ന് ക്രിസ്റ്റിയുടെ മുഖത്ത് ഗൗരവഭാവം നിറഞ്ഞു. 18 വയസ്സുവരെയുള്ള കുടുംബജീവിതം മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. അതിനുശേഷമുള്ള 10 വർഷം ഞാൻ മറ്റൊരു ലോകത്തായിരുന്നില്ലേ. ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ജെനിയൊന്നും മിണ്ടിയില്ല. അച്ചാച്ചനും അമ്മച്ചിയും മരിച്ചു. മേഴ്സി ചേച്ചി കുവൈറ്റിലുമാ. കുടുംബമെന്ന് പറയാൻ എനിക്കിനി ബോബിച്ചായനും ജെനി ചേച്ചിയും മാത്രം. ജെനി ചേച്ചിയുടെ ആലപ്പുഴയിലുള്ള പപ്പയെയും മമ്മിയെയും ജാസ്മിനെയും ഒക്കെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ദിവസം നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം എന്ന് പറയാൻ ജെനി ആഗ്രഹിച്ചു. പക്ഷേ അവിടെ ചെന്നാൽ പപ്പയുടെയും മമ്മിയുടെയും പ്രതികരണം അത്ര സുഖകരമായിരിക്കുകയില്ല. നിങ്ങളുടെ വെഡ്ഡിംഗ് ഫോട്ടോ ആൽബം എന്നെ ഇതുവരെ കാണിച്ചില്ലല്ലോ. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ക്രിസ്റ്റി പറഞ്ഞു. ഞാനും അത് മറന്നു. ഇപ്പം കൊണ്ടുവരാം. അവൾ കിടപ്പുമുറിയിലേക്ക് ചെന്ന് അലമാരയിൽ നിന്ന് വെഡ്ഡിംഗ് ഫോട്ടോ ആൽബം എടുത്തുകൊണ്ടുവന്ന് അവന് കൊടുത്തു. അത് മടിയിൽ വെച്ച് അവൻ തുറന്നു. സെറ്റിയിൽ അവൻ്റെ അടുത്ത് ജെനി ഇരുന്നു. അവന് ഓരോരുത്തരെയും അവൾ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് എൻ്റെ പപ്പ, ഇത് മമ്മി, സൈഡിൽ നിൽക്കുന്നതാ ജാസ്മിൻ. അവൻ പേജുകൾ ഓരോന്നായി മറിച്ചു. വധുവിൻ്റെ ഡ്രസ്സിൽ ജെനി ചേച്ചിയെ കണ്ടിട്ട് ഒരു മാലാഖയെപ്പോലെയുണ്ട്. വെള്ള ഡ്രസ്സിൽ ഏതു പെണ്ണും മാലാഖയെപ്പോലെ തോന്നും. സന്തോഷം മനസ്സിൽ തന്നെ സൂക്ഷിച്ച് അവൾ പൊതുന്യായം പറഞ്ഞു. ബോബി ചായനെ കാണാൻ അന്ന് ഇപ്പോഴത്തേതിലും ഭംഗിയുണ്ട്. 1 കൊല്ലം കൊണ്ട് തടി വച്ചിരിക്കുന്നു. വ്യായാമം ചെയ്യാൻ പറയണം. വ്യായാമത്തിൻ്റെ കുറവല്ലെന്ന് പറയാൻ ജെനി നാവെടുത്തെങ്കിലും പെട്ടെന്ന് അവൾ അതടക്കി. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പല ബന്ധുക്കളെയും ക്രിസ്റ്റി ആ ആൽബത്തിൽ കണ്ടു. പലരെയും വാർദ്ധക്യം ബാധിച്ചിരുന്നു. പല കുട്ടികളും യുവാക്കളും യുവതികളുമായി വളർന്നിരുന്നു. ക്രിസ്റ്റി അറിയാതെ ഒന്ന് നെടുവീർപ്പിട്ടു. അടുത്ത പേജിൽ വധൂവരന്മാർക്കൊപ്പം ജാസ്മിനും അവളുടെ 2 കൂട്ടുകാരികളുടെയും ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. ജാസ്മിൻ സുന്ദരി, നിഷ്കളങ്കമായ മുഖം. ആൽബം കണ്ടുകഴിഞ്ഞ് അവൻ അത് ജെനിയെ ഏൽപ്പിച്ചു. അത് തിരികെ വയ്ക്കാൻ അവൾ കിടപ്പുമുറിയിലേക്ക് പോയി. സിറ്റിയിൽ പിന്നിലേക്ക് ചാരിയിരുന്ന ക്രിസ്റ്റി കണ്ണുകൾ അടച്ചു. ജാസ്മിൻ്റെ മുഖം എന്തുകൊണ്ടോ അവൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിന്നു. അടുത്ത ഭാഗം നാളെ.